സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലേക്ക്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചതും തൊഴിലാളികളുടെ ലഭ്യതക്കുറവും സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാർ LPG സിലിണ്ടറുകളെ GSTയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവും രാജ്യത്ത് ഉയരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അയവില്ലാത്തതും കേന്ദ്ര സർക്കാർ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചതും സംസ്ഥാനത്തെ ചെറുകിട ഹോട്ടൽ വ്യവസായത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഗ്യാസിന് പകരം വിറക് ഉപയോഗിക്കണം എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. വാണിജ്യ സിലിണ്ടർ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ഹോട്ടൽ വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. തൊഴിലാളികളെ ലഭ്യത കുറവ്, പാചകവാതത്തിൻ്റെ ലഭ്യത കുറവ്, ആ സമയത്ത് തന്നെയാണ് ഇരുട്ടടി പോലെ വീണ്ടും വർധനവ് വന്നിട്ടുള്ളത്. ഇത് പരിഹാരം കാണുന്നതിന് കൃത്യമായ രീതിയിലേക്കുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ അടയ്ക്കുന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അതിനകത്തുള്ള തൊഴിലാളികൾ, അവരെ ആശ്രയിച്ചിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾ, അവരുടെ വീടുകളിലെ അടക്കം അടുക്കള അടയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ഈ ഒരു വിലവർധനയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭത്തിനകത്ത് കേന്ദ്ര സർക്കാർ ഇതിൽ അടിയന്തരമായി ഇടപെടണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സബ്സിഡിയോടുകൂടി കൊമേഴ്ഷ്യൽ ഗ്യാസുകൾ കൊടുക്കാനുള്ള സംവിധാനമാണ് സർക്കാർ ഉപയോഗപ്പെടുത്തേണ്ടത്. വിറകടുപ്പ് നമുക്ക് ഒരിക്കലും പോസിബിൾ ആവില്ല. അതിന് നമുക്ക് പണിക്കാരെ നമുക്ക് കിട്ടൂല. ഹിന്ദിക്കാരാണെങ്കിലും മലയാളികളാണെങ്കിലും ഇപ്പോൾ ഗ്യാസ് അടുപ്പില്ലാതെ അവരാരും പണിക്ക് വരൂല. പിന്നെ വിറകടുപ്പ് എന്ന് വെച്ചാൽ അതിനിടയിൽ ഫുഡ് സേഫ്റ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. കരിയാണ്, പുകയാണെന്ന് പറഞ്ഞിട്ട് അതിന് വേറെ പ്രശ്നങ്ങളുണ്ടാവും. ചെറുകിട ഹോട്ടലുകൾ അടച്ചിടുന്നത് ഹോട്ടലുകളിലെ തൊഴിലാളികളുടെ കുടുംബത്തെയും ദിവസവും ആഹാരത്തിനായി ഹോട്ടലുകളെ ആശ്രയിക്കുന്നവരെയും ദുരിതത്തിലാക്കും. ഭക്ഷണത്തിന്റെ വില തുടർച്ചയായി കൂട്ടുന്നതും വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കും. കഴിഞ്ഞ 5 മാസക്കാലമായി 1500ഓളം രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചത്. ഇനി എങ്ങനെ കച്ചവടവുമായി മുന്നോട്ടു പോകുമെന്ന ചിന്തയിലാണ് ഹോട്ടൽ വ്യാപാരികൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.